തീർച്ചയായിട്ടും തീർച്ചയായിട്ടും ജനങ്ങൾക്ക് ഇഷ്ടമാണ് അദ്ദേഹത്തെ. അവിടെ എത്ര നേരം വേണോ ഞങ്ങൾ കാത്തിരിക്കും. എനിക്ക് മാത്രമല്ല ലക്ഷക്കണക്കിന് ആൾക്കാർ അദ്ദേഹവുമായി ബന്ധപ്പെട്ടുള്ള ഒരുപാട് ഓർമ്മകളുണ്ട്. അതിലേറ്റവും ചെറിയ ചെറിയ ഓർമ്മകൾ എൻ്റെ ജീവിതത്തിലുണ്ട്. വി എസ് നമ്മളെ ചങ്കാണ്. വി എസ് നമ്മളെ ഈ നാട്ടിൻ്റെ കേരളത്തിൻ്റെ ചങ്കാണ്. വി എസിൻ്റെ കൃത്യമായ രാഷ്ട്രീയ ആശയതലവും അദ്ദേഹം മുറുകെ പിടിച്ച നിലപാടുമൊക്കെ തന്നെ ഈ നാടിൻ്റെ നിലനിൽപ്പും ജീവിതവുമാണ്. അതുകൊണ്ട് തന്നെ ഈ നാടിൻ്റെ എല്ലാമാണ് വി എസ്. കേരളത്തിൽ അതുല്യനായ ഒരു പോരാളിയാണ് വി എസ്. CPM കേരളത്തിന് നൽകിയ അതുല്യ പ്രതിഭയാണ് വി എസ്. വി എസിനോട് കേരളത്തിനുള്ള സ്നേഹം ഇപ്പോൾ പ്രകടമായിക്കൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരിക്കലും സമാനതകളില്ലാത്ത ഒരു വ്യക്തിത്വമായിട്ടാണ് വി എസിനെ കാണാൻ കഴിയുന്നത്. അതെ, അതായത് ഇപ്പോഴത്തെ ഒരു വികസനം, കേരളത്തിൻ്റെ വികസനത്തിന് പുതിയൊരു മാതൃക വന്നു. അതിൻ്റെ തുടക്കം കുറിച്ച ഭരണാധികാരി എന്ന് പറഞ്ഞാൽ വി എസ് ആണ്. അത് IT മേഖലയായിരുന്നാലും നിരവധി IT മേഖലയുടെ വളർച്ചയ്ക്കെല്ലാം ഇപ്പോൾ കാണുന്ന ഒരു 9 വർഷക്കാലത്തെ ഭരണമാക്കം എടുത്ത് നോക്കുമ്പോൾ അതിൻ്റെ എല്ലാം തുടക്കക്കാരനെന്ന് പറഞ്ഞാൽ വി എസിൻ്റെ പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ്. ഒരു സാധാരണക്കാരന് എല്ലാ നിലയിലും ഇടപെടാനും അവരുടെ മനസ്സ്, അവരുടെ ദുഃഖങ്ങളെന്തും പങ്കുവയ്ക്കാൻ എപ്പോഴും കയറി ചെന്ന് ആ മുഖ്യമന്ത്രിയെ കാണാനും പ്രതിപക്ഷ നേതാവായിരിക്കുമ്പോൾ തന്നെ ഈ മംഗലപുരത്ത് നിരവധി വിഷയങ്ങളിൽ സമര പോരാട്ടത്തിൽ ക്ലേ സമരമായൊക്കെ ബന്ധപ്പെട്ട് വലിയൊരു വിഷയങ്ങളൊക്കെ ഉണ്ടായിരുന്നപ്പോൾ ആ ഘട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ ആ സമരത്തിൽ പങ്കെടുത്തിട്ടുള്ള അനുഭവങ്ങളെല്ലാം ആ ടൈമിലൊക്കെ ഞങ്ങൾ വളരെ 90 ജനറേഷനാണ് എന്ന് പറയുമ്പോൾ ഞങ്ങൾക്ക് വലിയൊരു ആവേശമായി. ഇന്നും ഒരു യൗവനം, സമരത്തിൻ്റെ യൗവനം എന്ന് പറയുമ്പോൾ വി എസിൻ്റെ മുഖമാണ് എല്ലാ മനസ്സുകളും. അദ്ദേഹത്തിൻ്റെ നഷ്ടം നമ്മുടെ രാഷ്ട്രീയത്തിന് വലിയൊരു നഷ്ടമായി തന്നെ നിൽക്കുമെന്നുള്ളതാണ് യഥാർത്ഥം. വി എസിൻ്റെ വിയോഗം കേരളത്തിന് വലിയ നഷ്ടമാണ്. സാധാരണഗതിയിൽ എല്ലാവരുടെ മരണത്തിലും പറയും ഇതൊരു നികത്താനാവാത്ത നഷ്ടമാണെന്ന്. പക്ഷേ അദ്ദേഹത്തിൻ്റെ നഷ്ടമെന്ന് പറയുന്നത് അപരിഹാര്യമായ ഒരു നഷ്ടമാണ്. സഖാവ് വി എസിൻ്റെ ഒരു പ്രത്യേകതയെന്ന് പറയുന്നത് സഖാവ് പി കൃഷ്ണപിള്ളയുടെ ശിക്ഷണത്തിൽ അവശേഷിച്ചിരുന്ന ഏക നേതാവാണ് സഖാവ് വി എസ്. 1948 ആഗസ്റ്റ് 19 സഖാവ് പി കൃഷ്ണപിള്ള മരിച്ചുപോയി. അതിനുശേഷം പി കൃഷ്ണപിള്ളയെ അവരുടെ കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം വഹിച്ചിട്ടുള്ള പങ്ക് മറ്റാർക്കും നിഷേധിക്കാൻ കഴിയുന്നില്ല. സഖാവ് EMS സൂചിപ്പിച്ചിട്ടുള്ളത് അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ സ്വാധീനിച്ച 2 പേര്. ഒന്ന് സഖാവ് പി കൃഷ്ണപിള്ളയാണ്. അത് ആ പി കൃഷ്ണപിള്ള ശിക്ഷണം നടത്തി പൊതുരംഗത്തേക്ക് കൈപിടിച്ചു കൊണ്ടുവന്നയാളാണ് സഖാവ് വി എസ്. വി എസിന്റെ വിയോഗത്തോടുകൂടി കൃഷ്ണപിള്ള സംഭാവന ചെയ്ത നേതാക്കന്മാരുടെ തലമുറയും ഇല്ലാതാവുകയാണ്. വേറൊരു പ്രത്യേകത അദ്ദേഹത്തിന് എടുത്തു പറയേണ്ടത് പ്രാന്തവൽക്കരിക്കപ്പെട്ട ജനവിഭാഗങ്ങളോടും അടിസ്ഥാന തൊഴിലാളി വിഭാഗങ്ങളോടും വലിയ കമ്മിറ്റ്മെന്റാണ് സഖാവ് വി എസിനുണ്ടായിരുന്നത്. കർഷക തൊഴിലാളി യൂണിയൻ കെട്ടിപ്പടുത്തത് വി എസ് ആണ്, നമുക്കെല്ലാം അറിയാം. മിച്ചഭൂമി സമരം പ്രഖ്യാപനം ഞങ്ങളൊക്കെ താഴ്ന്ന സ്കൂളിൽ പഠിക്കുമ്പോഴാണ് അറവുകാട് സമ്മേളനം നടക്കുന്നത്. വലിയ പ്രാധാന്യം പത്രങ്ങളിൽ വന്നിട്ടുണ്ട്. ഹരേകൃഷ്ണ കോനാരും AKGയും എല്ലാം പങ്കെടുത്തുകൊണ്ടുള്ള സമ്മേളനം, അതിലേറ്റവും നിയാമക ശക്തിയായി പ്രവർത്തിച്ചത് സഖാവ് വി എസ് ആണ്. 1969 ഡിസംബർ അവസാനം ആണ് ആ സമ്മേളനം നടക്കുന്നത്. 1970 ജനുവരി 1 മുതൽ മിച്ചഭൂമി പ്രഖ്യാപനം നടന്നു. ആ മിച്ചഭൂമി പ്രഖ്യാപനത്തോടുകൂടിയാണ് കേരളത്തിലെ കർഷക തൊഴിലാളി പ്രസ്ഥാനം ഏറ്റവും സുസംഘടിതമായ പ്രസ്ഥാനമായി മാറുന്നത്. പക്ഷേ എല്ലാവർക്കും അറിഞ്ഞുകൂടാത്തൊരു കാര്യമുണ്ട്. കയർ തൊഴിലാളി സമരവുമായി ബന്ധപ്പെട്ട് സഖാവ് വി എസിന് വലിയ പങ്കുണ്ട്. 1977 നിയമസഭയിൽ സഖാവ് വി എസ് അംഗമാണ്. സഖാവ് വി എസ് ആണ് അന്ന് പിണറായിയും നിയമസഭയിലുണ്ട്, ബാലാനന്ദൻ നിയമസഭയിലുണ്ട്. ഇവരെല്ലാമാണ് കേരളത്തിലെ കയർ തൊഴിലാളി സമരം, അന്ന് കൂലിക്കൂടുതലിന് വേണ്ടിയുള്ള സമരം നടക്കുകയാണ്. ആലപ്പുഴ കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയൻ, ആ യൂണിയന്റെ പ്രസിഡന്റ് സഖാവ് വി എസ് ആണ്. ആലപ്പി കയർ ഫാക്ടറി വർക്കേഴ്സ് യൂണിയന്റെ പ്രസിഡന്റ് സഖാവ് വി എസ് ആണ്. ആ സമരവുമായി ബന്ധപ്പെട്ട എല്ലാ വിഷയങ്ങളും നിയമസഭയിൽ അവതരിപ്പിച്ചത് സഖാവ് വി എസും സഖാവ് ബാലാനന്ദനും സഖാവ് പിണറായിയും CBC വാര്യരുമെല്ലാമാണ്. അത് അന്ന് ഞങ്ങളെ ആവേശം കൊള്ളിച്ചതാണ്, ഞങ്ങളുടെ തലമുറയെ ആവേശം കൊള്ളിച്ചതാണ്. അങ്ങനെ കേരളത്തിലെ തൊഴിലാളി പ്രസ്ഥാനം അടിസ്ഥാന ജനവിഭാഗങ്ങൾക്ക് ഇത്രയും ആവേശം നൽകിയിട്ടുള്ള, അവരുടെ ജീവിത സമരങ്ങൾക്ക് ഇത്രയും നേതൃത്വം നൽകിയിട്ടുള്ള, അവരുടെ സാമൂഹികമായ മുന്നേറ്റത്തിന് വലിയ പങ്ക് വഹിച്ചിട്ടുള്ള സഖാവ് വി എസിന്റെ വിയോഗം കമ്മ്യൂണിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം എല്ലാവരുടെയും വിയോഗം മൂലം ഉണ്ടാകുന്ന നഷ്ടം കൂട്ടായ നേതൃത്വം പരിഹരിക്കും. പക്ഷേ വി എസിന്റെ നഷ്ടം അങ്ങനെ പരിഹരിക്കുക കുറേ കാലത്തേക്കെങ്കിലും അത്ര എളുപ്പമല്ല.
വി എസിനെ പോലെയുള്ള ജനറേഷൻ രൂപപ്പെട്ടു വരാൻ അത്ര എളുപ്പമല്ല. കാര്യം സാഹചര്യങ്ങളും ആണ് വി എസിനെ സൃഷ്ടിച്ചെടുത്തത്. അതുപോലൊരു സാഹചര്യം ഇനി ഈ നൂറ്റാണ്ടിലുണ്ടാവുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വയ്യ. അതുകൊണ്ട് പകരമൊരു വി എസ് ഉണ്ടാവുക അത്ര എളുപ്പമല്ല. സമൂഹത്തിൽ വി എസിനെ പോലെ സംഭാവന ചെയ്യാൻ കഴിയുന്നവരൊക്കെ ഉണ്ടാവും. പക്ഷേ ആ സാഹചര്യം ഇല്ലാത്തതുകൊണ്ട് ആ സാഹചര്യത്തിൽ സൃഷ്ടിയായ വി എസിനെ പോലെ ഒരു രാഷ്ട്രീയ നേതാവും ഉടനെയൊന്നും ഈ നൂറ്റാണ്ടിലോ വരും നൂറ്റാണ്ടിലോ ഒന്നും ഉണ്ടാകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാൻ വഴിയില്ല.